കൊച്ചി അവയവക്കടത്തിൽ അന്വേഷണം വ്യാപിപ്പിക്കാൻ പോലീസ് എറണാകുളം റൂറൽ എസ്.പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. പ്രതി സാബിത്ത് നാസർ ഇറാനിലേക്ക് കൊണ്ടുപോയ പാലക്കാട് സ്വദേശി ഷമീർ ബാങ്കോക്കിൽ ആണെന്ന സൂചനയും കിട്ടിയിട്ടുണ്ട്. അതേസമയം അവയവക്കടത്തിന്റെ പ്രധാന കണ്ണി ഹൈദരാബാദിലാണെന്നാണ് സാബിത്ത് നൽകിയ മൊഴി. ഇപ്പോൾ പ്രത്യേകിച്ചും അപ്ഡേറ്റ് ഒന്നുമില്ല. ടീം ഓൾറെഡി ഫോം ചെയ്തിട്ടുണ്ട്. ആ ടീം നല്ല രീതിയിൽ ശാസ്ത്രീയമായ രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒന്നും പറയാൻ പറ്റിട്ടില്ല. ഇപ്പോൾ സെൻസിറ്റീവ് കേസാണോ, അണ്ടർ ഇൻവെസ്റ്റിഗേഷൻ ആണ്. വിഷ്ണു സുരേഷാണ് വാർത്തയുടെ വിവരങ്ങൾ വെച്ചത്. വിഷ്ണു, ഒരു ഘട്ടത്തിൽ ഒരർത്ഥത്തിൽ അന്വേഷണം ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ എന്ന് പറയാം. അന്വേഷണം അത് വിപുലീകരിക്കുമ്പോൾ, അത് വ്യാപിക്കുമ്പോൾ ഒരുപക്ഷെ കേരളം ഞെട്ടാൻ പോകുന്ന ഒരു വലിയ മഞ്ഞുമലയുടെ അറ്റമാണ് ഈ സാബിത്ത് നാസർ എന്ന് കരുതേണ്ടി വരുമോ വിഷ്ണു? ഹാഷ്മി, സാബിത്ത് നൽകിയിരിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുകയാണെങ്കിൽ ഒരു മഞ്ഞുമലയുടെ അറ്റം സാബിത്ത് തന്നെ എന്ന് നമുക്ക് വിലയിരുത്താനാകും. ഹൈദരാബാദ് കേന്ദ്രീകരിച്ചുള്ള അവയവക്കടത്ത് സംഘത്തിന്റെ ഭാഗമാണ് താനെന്നും അവിടെയാണ് ഈ സംഘത്തിന്റെ പ്രധാനപ്പെട്ട കണ്ണി ഉള്ളതെന്നുമാണ് സാബിത്ത് നിലവിൽ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. അതോടൊപ്പം താൻ ഏറ്റവും അടുത്തുപോലും ആളുകളെ ഇവിടെ നിന്ന് അയച്ചിട്ടുണ്ട് എന്ന് സാബിത്ത് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. സാബിത്തിന്റെ കൂട്ടാളികളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. അതുമായി ബന്ധപ്പെട്ട് വ്യാപക പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. നിലവിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. ആലുവ, എറണാകുളം റൂറൽ എസ്.പി വൈഭവ് സക്സേനയുടെ നേതൃത്വത്തിൽ 10 അംഗ സംഘത്തെ രൂപീകരിച്ച് വിവിധ ഇടങ്ങളിലായുള്ള പരിശോധനയാണ് നടക്കുന്നത്. സാബിത്തിന്റെ മൊബൈൽ ഫോണും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട്. ഒപ്പം ഇതര സംസ്ഥാനങ്ങളിലേക്ക് ബംഗളൂരുവും അതോടൊപ്പം ഹൈദരാബാദും, ഈ 2 സംസ്ഥാനങ്ങളിൽ നിന്നാണ് കൂടുതൽ പേരെ കടത്തിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ഇവിടെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താനുള്ള തീരുമാനവും എടുത്തിട്ടുണ്ട്. സാബിത്തിനെ കസ്റ്റഡിയിൽ വാങ്ങുക എന്നുള്ളതാണ് ഏറ്റവും അടുത്ത നടപടി. 10 ദിവസത്തേക്ക് സാബിത്തിനെ കസ്റ്റഡിയിൽ വേണമെന്നാണ് നിലവിൽ പോലീസിന്റെ ആവശ്യം. അത് ഒരുപക്ഷെ നാളെയോ മറ്റന്നാളോ ആയി കസ്റ്റഡി അപേക്ഷ പരിഗണിക്കും. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം ഇയാൾ ആരെയൊക്കെ ഇരയാക്കിയിട്ടുണ്ടോ അവരുടെ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ് അവരിലേക്ക് കൂടി എത്തി അവരിൽ നിന്ന് പരമാവധി തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതാണ് പോലീസ് നിലവിൽ ലക്ഷ്യം വെക്കുന്ന രീതി. ഒപ്പം മറ്റാളുകളെയും സംഘത്തിൽപ്പെട്ട ആളുകളെ കൂടി കണ്ടെത്താനുള്ള ശ്രമത്തിലേക്കാണ് പോലീസ് കടക്കുന്നത്. വലിയൊരു റാക്കറ്റ് തന്നെ എന്ന് പോലീസ് ഈ ഘട്ടത്തിൽ ഉറപ്പിക്കുന്നുണ്ട്. അത് എത്രത്തോളം വലുതാണ് എന്ന് ഇനി വരും ദിവസങ്ങളിലാണ് അറിയാൻ സാധിക്കുക. ഹാഷ്മി, വിഷ്ണു, പല ഇരകളും മരിച്ചു പോയിട്ടുണ്ട് എന്നൊക്കെ കേൾക്കുമ്പോഴും നമുക്ക് ആ ഇരകളെ പറ്റി കേൾക്കാൻ പറയുന്ന ആകെ ഒരു പേര് ഷമീർ മാത്രമാണ്. ഷമീർ ഇപ്പോൾ ബാങ്കോക്കിലുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ വിഷ്ണുവിൻ്റെ കുടുംബം ഇയാളെ പറ്റി പറയുന്നത് എന്താണ്? ഷമീറിനെ പറ്റി പറയുന്നത് എന്താണ്? അശ്മി, ഷമീറാണ് ഈ കേസിൽ ഏറ്റവും ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള എലമെന്റ്. ഷമീറിനെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പോലീസ് സാബിത്തിലേക്ക് എത്തിയത്. ഷമീറിനെ അന്വേഷിച്ച പോലീസ് സംഘം പാലക്കാട് എത്തിയിരുന്നു. കഴിഞ്ഞ 1 വർഷമായി ഷമീർ ഇവിടെ ഇല്ല. ഇയാൾക്ക് സാമ്പത്തിക പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. ഇയാൾ ചില സുഹൃത്തുക്കളെ ബാങ്കോക്കിൽ നിന്ന് ബന്ധപ്പെട്ടു. അപ്പോൾ അതനുസരിച്ച് അവിടെ നിന്നുള്ള വാർഡ് കൗൺസിൽ ഉൾപ്പെടെ വ്യക്തമാക്കുന്നത് ഷമീർ നിലവിൽ ബാങ്കോക്കിൽ ഉണ്ട് എന്നാണ്. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ ആ മേഖലകൾ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ബാങ്കോക്ക് കേന്ദ്രീകരിച്ചൊരു പരിശോധന, ഇയാളുടെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചൊരു അന്വേഷണം നടത്താനാണ് നിലവിൽ പോലീസിന്റെ തീരുമാനം. ഈ ഷമീറിന് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നു. ഇയാൾ നേരത്തെ തന്നെ, അതായത് സാബിത്തിനെ പരിചയപ്പെടുന്നതിന് മുൻപ് തന്നെ വൃക്ക മറ്റൊരാൾക്ക് ദാനം ചെയ്യാനായി തയ്യാറെടുത്തിരുന്ന ആളാണെന്നും പ്രാദേശികമായി വിവരം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത്തരം വിവരങ്ങൾ കേന്ദ്രീകരിച്ച് ഷമീറിലേക്ക് എത്താനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തുണ്ട്. ഷമീർ മാത്രമാണ് നിലവിൽ ഒരു ഇരയായി, അതായത് ഒരു കോൺക്രീറ്റ് ഇരയായി പോലീസിന് മുൻപിൽ ഉള്ളത് ഷമീർ മാത്രമാണ്. ബാക്കിയുള്ള ആളുകളെല്ലാം ഇതര സംസ്ഥാന തൊഴിലാളികൾ അല്ലെങ്കിൽ കേരളത്തിന് പുറത്തുള്ള ആളുകളാണ്. അവരിലേക്ക് എത്തുന്നതിന് പോലീസിന് പരിമിതിയുണ്ട്. പക്ഷേ ഷമീറിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിയാൽ ഈ കേസിൽ ഒരു പ്രധാനപ്പെട്ട ലീഡ് ഉണ്ടാക്കാനാകും എന്നുള്ളതാണ് അന്വേഷണത്തിന്റെ പ്രതീക്ഷ. പക്ഷേ ഇയാളെ പറ്റി കാര്യം വിവരമില്ല കുടുംബത്തിനൊന്നും അറിയാൻ കഴിയും.